ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു ഓംലെറ്റ് എങ്ങനെ പെയിൻറ് ചെയ്തെടുക്കാന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഔട്ട്ലൈനൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ പെയിൻറ്റിങ് ചെയ്താൽ മതി. ആൻഡ് അതിനു മുമ്പ് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്ന കളേഴ്സൊക്കെ ഞാൻ പറഞ്ഞുതരാം. ബ്രൗൺ ഷെയ്ഡ്, ഗ്രേ കളർ, ദെൻ കുറച്ച് യെല്ലോ ആൻഡ് ഓറഞ്ച് ഷെയ്ഡ്. ഇത്രയും കളേഴ്സാണ് ഞാൻ ഇതിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. പിന്നെ കുറച്ച് റെഡ് കളർ കൂടെ നമുക്ക് ആവശ്യം വരും. അപ്പം ഞാനിവിടെ പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വെറ്റ് ഓൺ വെറ്റ് പെയിൻറ്റിംഗ് ആണ്, വെറ്റ് ഓൺ വെറ്റ് ടെക്നിക്കാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ എഗ് യോക്കിൻ്റെ പോർഷൻ ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗത്തും നമുക്ക് വാട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ സ്റ്റാർട്ട് ചെയ്തുന്നത് ബ്രൗൺ ഷെയ്ഡ് വെച്ചിട്ടാണ്. ഒന്നുകിൽ ബ്രൗൺ ഷെയ്ഡ് അല്ലെങ്കിൽ കാരമൽ ഷെയ്ഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അത് നമ്മളിവിടെ ഓൾറെഡി കുറച്ച് നമുക്കിവിടെ ഒരു ഒരു ചെറിയ ഡെപ്ത് ക്രിയേറ്റ് ചെയ്യുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. സോ ഇതുപോലെ കുറച്ച് ലൈൻസ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ഫസ്റ്റ് സ്റ്റെപ്പിൽ ചെയ്യുന്നത്. സോ ഈ ഒരു ഇതിൽ നമ്മൾ ബ്രൗൺ കളർ മാത്രമല്ല, ഞാൻ ഗ്രേ കളർ കൂടെ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇതിലെങ്ങനെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ ബ്രൗൺ ഷെയ്ഡ് കൊടുത്തിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഗ്രേ കളർ വെച്ചിട്ട് വരച്ചെടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഈ ഒരു ലൈൻസ് കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇതിന് കുറച്ചുകൂടെ ഡെപ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് കുറച്ച് ലെയേഴ്സ് ആഡ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കുറച്ച് ലൈൻസ് ഇട്ടിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് ഈ ഒരു പോർഷനിൽ ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാനൊരു ബോർഡർ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമ്മുടെ ഈ ഓംലെറ്റിൻ്റെ റൈറ്റ് സൈഡിലെ ബോർഡറാണ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഗ്രേ കളറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ആ ബോർഡറിൻ്റെ താഴത്തെ പോർഷൻസിൽ, അതായത് അവിടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് നോക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു ലൈനോട് ചേർന്നിട്ട് ഗ്രേ കളർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് പുറത്തേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് വാട്ടർ വെച്ചിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുകയാണ്. നമ്മുടെ ചുറ്റിലും ഫുള്ളായിട്ട് ഇതുപോലെ നമുക്കിങ്ങനെ ബോർഡർ ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിനൊപ്പം തന്നെ ചെറുതായിട്ടൊരു ബാക്ക്ഗ്രൗണ്ട് എഫക്റ്റ് കൂടെ നമുക്ക് ഇതിലിങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. സോ ഇനി നമുക്ക് എഗ് യോക്ക് പെയിൻറ് ചെയ്യാം. സോ ഞാൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് മിഡിൽ യെല്ലോ യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ ഞാൻ ആ ബോർഡർ ഫുള്ളായിട്ട് ഈ മിഡിൽ യെല്ലോ പെയിൻറ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു പോർഷനിൽ നമുക്കൊരു ചെറിയ ഹൈലൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുണ്ട്. സോ കുറച്ച് കളർ നമുക്ക് ലിഫ്റ്റ് ചെയ്തെടുക്കാം. ആൻഡ് ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ഓറഞ്ച് കളറാണ്. അത് നമുക്ക് പേപ്പറിൽ തന്നെ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ വേറെ പാലറ്റിൽ വെച്ച് മിക്സ് ചെയ്യുന്നില്ല, ഡയറക്റ്റ് ആയിട്ട് പേപ്പറിലോട്ട് അപ്ലൈ ചെയ്ത് ഇതുപോലെ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്താൽ മതി. ആൻഡ് ഇനി നമുക്ക് കുറച്ച് റെഡ് കളർ കൂടെ ഇവിടെ അപ്ലൈ ചെയ്യണം. ആൻഡ് കുറച്ച് ഹൈലൈറ്റ് കൂടെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ ഈ രണ്ട് പോർഷൻസിലായിട്ട് നമുക്ക് കുറച്ച് കളറ് ലിഫ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ഓംലെറ്റിൻ്റെ ഈ ഒരു ലെഫ്റ്റ് പോർഷൻസ് പെയിൻറ് ചെയ്യാം. സോ ഇവിടെ ഞാൻ കുറച്ച് ബ്രൗൺ കളേഴ്സ് യൂസ് ചെയ്തിട്ട് കുറച്ച് ടെക്സ്ചർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. കുറച്ച് പാറ്റേൺസ് നമുക്ക് പെയിൻറ് ചെയ്യാം. സോ ഇതിന് നല്ല ഫൈൻ ആയിട്ടുള്ള ബ്രഷ് വേണം യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസും ബെൻസും ഒക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വാട്ടർ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. സോ ഈ ഒരു പോർഷൻസിലെല്ലാം തന്നെ ഞാൻ ഇതുപോലെ ചെറിയ ചെറിയ ലൈൻസ് ബ്രൗൺ കളർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെറിയ ലൈൻസ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അത് നന്നായിട്ട് വാട്ടർ വെച്ചിട്ട് നല്ലപോലെ ബ്ലെൻഡ് ചെയ്തെടുക്കും. അപ്പം ഈ ഒരു പ്രോസസ്സാണ് ഈ ഒരു ലെഫ്റ്റ് പോർഷൻസിൽ നമുക്ക് വേണ്ട പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇത് തന്നെ ഈ ഒരു പോർഷൻസിൽ മൊത്തമായിട്ട് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് നമുക്ക് വേണ്ട രീതിയിലുള്ള പാറ്റേൺസ് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു പോർഷൻസിലും താഴത്തും എല്ലാമായിട്ട് ഞാൻ നന്നായിട്ട് നല്ല കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള ബ്രൗൺ കളർ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു ബോർഡർ പോർഷൻസിലൊക്കെ ഞാൻ ചെറിയ ചെറിയ ഡോട്ട്സ് ലൈൻസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നമുക്ക് വേണ്ട പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്യുന്നത്.
ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പോർഷൻസിലെ പാറ്റേൺസ് ഫുള്ള് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നമുക്ക് ലെയറിങ് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പെയിൻറ്റ് ചെയ്ത ആ ഒരു പോർഷൻസിലെല്ലാം ഡ്രൈ ആയി കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് കളറ് കുറയും. സോ ആ പോർഷൻസിൽ നമുക്ക് ഒന്നുകൂടെ കുറച്ചുകൂടെ പിഗ്മെൻറ്റ് അപ്ലൈ ചെയ്ത് ഒന്നുകൂടെ ലൈൻസ് വരച്ചു കൊടുത്തിട്ട് കുറച്ചും കൂടി ഡെപ്ത് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആൻഡ് ഈ ഒരു പോർഷൻസിൽ നമുക്ക് ഈ യോക്കിന് ചെറുതായിട്ടൊരു ഷാഡോ കൊടുക്കേണ്ടതുണ്ട്. സോ ആ ഒരു ഷാഡോ പോർഷൻ വരയ്ക്കാനായിട്ട് ഞാൻ ഗ്രേ കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ഒരു എന്താ പറയുക, ആ ഒരു താഴത്തെ ഭാഗത്ത് മാത്രം നമ്മൾ ഗ്രേ കളർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. സോ ഇത് നമ്മുടെ ഈ യോക്കിന് ഒരു ചെറിയ എന്താ പറയുക, ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഒരു 3D എഫക്റ്റ് കിട്ടുന്ന രീതിയിൽ നമുക്ക് അപ്പോൾ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പം അത്രയേ ഉള്ളൂ ഈ ഒരു പെയിൻറ്റിങ് എന്ന് പറയുന്നത്. ഇത്രയും ഈസി ആയിട്ട് നമുക്കൊരു ഓംലെറ്റിൻ്റെ പിക്ചർ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ആൻഡ് അടുത്തൊരു ട്യൂട്ടോറിയലായിട്ട് നമുക്ക് നെക്സ്റ്റ് ഡേ കാണാം കേട്ടോ. ബൈ.